പാകിസ്ഥാൻ സേനയും അഫ്ഗാനിസ്ഥാൻ സേനയും ഏറ്റുമുട്ടി. അതിർത്തിയിൽ സേനകൾ നടത്തിയ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾക്ക് പരിക്കേറ്റു. തോർഖാം അതിർത്തിയിലാണ് ഏറ്റവും പുതിയ വെടിവെപ്പ് നടന്നത്. ഒരാഴ്ചയിലേറെയായി ഈ മാർഗം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതൊരു പ്രധാന അതിർത്തി ക്രോസിംഗ് ആണ്. ഈ ക്രോസിംഗ് ആണ് അടച്ചിട്ടത്. അഫ്ഗാൻ്റെ ഭാഗത്ത് പുതിയ ചെക്ക് പോസ്റ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്നാണ് കഴിഞ്ഞ മാസം പാകിസ്ഥാൻ ഈ ക്രോസിംഗ് അടച്ചിട്ടത്. രണ്ട് പ്രധാന വ്യാപാര ഇടനാഴികകൾ ഇങ്ങനെ അടച്ചിട്ടു. അതിൽ ഒന്നാണ് തോർഖാം. പാകിസ്ഥാൻ്റെ വടക്കു പടിഞ്ഞാറൻ ഖൈബർ മേഖലയിലെയും അഫ്ഗാനിസ്ഥാൻ്റെ കിഴക്ക് നങ്കർഹാർ പ്രവിശ്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ക്രോസിംഗ് ആണ് ഇപ്പോൾ അടച്ചുപൂട്ടിയത്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിന് അത് ഏകദേശം പ്രതിദിനം $3 മില്യൺ വരും എന്നാണ് പറയുന്നത്. അത് നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് അയൽക്കാരായ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ 18ഓളം ക്രോസിങ്ങുകളുണ്ട്. അതിൽ ഒന്നാണ് ഈ തോർഖാം. അതാണ് അടച്ചിട്ടിരിക്കുന്നത്. അവിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. 2023 നവംബർ മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിന് അവർ ഒരു കാരണം പറയുന്നത് പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആളുകൾ നിയമവിരുദ്ധമായി കുടിയേറ്റം നടത്തുന്നു എന്നതാണ്. മറ്റൊന്ന്, പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്ന തീവ്രവാദികൾക്ക് കാബൂൾ സുരക്ഷിത താവളം ഒരുക്കുന്നു എന്ന് അവർ ആരോപിക്കുന്നു. ഈ ഇസ്ലാമാബാദിൻ്റെ ആരോപണം പക്ഷേ അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. ഇടക്കാല അഫ്ഗാൻ സർക്കാർ ഈ കുറ്റങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. വാളെടുത്തവൻ വാളാൽ എന്ന് നമ്മൾ പരക്കെ പറയുന്നൊരു പ്രയോഗം ശരിവെക്കുന്ന നീക്കങ്ങളാണിപ്പോൾ കാണുന്നത്. കാരണം പതിറ്റാണ്ടുകളായി അഫ്ഗാനിസ്ഥാനിലെ സായുധ സേനയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. താലിബാൻ്റെ ഉയർച്ചയുടെ ശില്പിയും സഹായിയും പാകിസ്ഥാൻ അല്ലാതെ മറ്റാരുമല്ല. പാകിസ്ഥാൻ 1980കളിലെ മുജാഹിദീൻ കാലഘട്ടം മുതൽ 1921 താലിബാൻ പുനരുജ്ജീവനം വരെ ഇവരെ സഹായിക്കുന്നതിന് മുൻപന്തിയിൽ നിന്നു. ഗ്രൂപ്പിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത സഖ്യകക്ഷിയാണെന്ന് അവർ സ്വയം സങ്കല്പിച്ചു. ഒരു കാലത്ത് അനുസരണയുള്ള ഒരു വിഭാഗമായിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം താലിബാനെങ്കിലും ഇന്ന് പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സേനയായി അവർ മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവാണിപ്പോൾ പാകിസ്ഥാന് ഉണ്ടാകുന്നത്. അഫ്ഗാൻ കാര്യങ്ങളിൽ പാകിസ്ഥാന് ആഴത്തിൽ ഇടപെടൽ നടത്താൻ കഴിയുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു. നേരത്തെ അവർ അങ്ങനെ നടത്തിയ കാര്യം നമുക്ക് അറിയാവുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതകൾ മങ്ങുകയാണ്. 1979 മുതൽ 1989 വരെയുള്ള സോവിയറ്റ് അധിനിവേശ കാലത്ത് CIA ആണ് ഇവരെ പിന്തുണച്ചത്. ഈ പിന്തുണ മുജാഹിദീൻ സായുധ സംഘത്തിന് ലഭിച്ചു. അത് രഹസ്യമായ ധനസഹായത്തിൻ്റെ വഴിയായി, പരിശീലനം വഴിയായി ഒക്കെയാണ് ലഭിച്ചത്. അതിന് മുഖ്യ ഇടനിലക്കാരനായി നിന്നത് പാകിസ്ഥാനാണ്. CIA പിന്തുണയ്ക്ക് ഒരു മാർഗമായി പ്രവർത്തിച്ചത് പാകിസ്ഥാനാണ്. മുജാഹിദീനുകൾക്ക് $2 മുതൽ $3 ബില്യൺ രഹസ്യ സഹായം നൽകുന്നതിന് പാകിസ്ഥാന് അധികാരം നൽകിയിരുന്നു US. അവരിൽ നിന്ന് 80,000-ലധികം പേർക്ക് പരിശീലനം നൽകാൻ പാകിസ്ഥാൻ വഴിയാണ് CIAക്ക് കഴിഞ്ഞത്. 1990കളിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുത്തപ്പോൾ പാകിസ്ഥാൻ ഇൻ്റലിജൻസും സൈനിക പിന്തുണ നൽകി. 2001 US നേതൃത്വത്തിലുള്ള അധിനിവേശത്തിന് ശേഷവും പാകിസ്ഥാൻ താലിബാൻ നേതൃത്വത്തിന് അഭയം നൽകുന്നത് തുടർന്നു. ഇത് ഗ്രൂപ്പിന് വീണ്ടും സംഘടിക്കാൻ ഒക്കെ അവസരം നൽകി. വീണ്ടും റിക്രൂട്ട്മെൻറ്റ് നടത്താനൊക്കെയുള്ള സഹായമായി. നേറ്റോ സേനയ്ക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ അവരെ കരുത്തരാക്കി. 2021 ഓഗസ്റ്റിൽ താലിബാൻ കാബൂളിൽ ആക്രമണം നടത്തിയപ്പോഴൊക്കെയും ഇസ്ലാമാബാദ് ആ നിമിഷത്തെ ഒരു തന്ത്രപരമായ വിജയം എന്ന തരത്തിലാണ് ആഘോഷിച്ചത്. അഫ്ഗാനികൾ അടിമത്വത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞത് എന്നൊക്കെയാണ് താലിബാൻ്റെ സ്ഥാനാരോഹണത്തെ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ പ്രശംസിച്ചത്. പാകിസ്ഥാൻ്റെ സുരക്ഷാ ഏജൻസികൾ കാബൂളിൽ സഹകരിക്കുന്നൊരു ഭരണകൂടം ഉണ്ടാകും എന്ന് വലിയ തോതിൽ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ മങ്ങുകയാണ്. ഇസ്ലാമാബാദിൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങുകയും ഇന്ത്യൻ സ്വാധീനത്തെ അകറ്റി നിർത്തുകയും
ഡുറാൻഡ് രേഖയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ ഉണ്ടാകുമെന്നാണ് അവർ കരുതിയത്. പാകിസ്ഥാൻ്റെ സുരക്ഷാ ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊക്കെ അസ്ഥാനത്താവുകയാണ്. താലിബാൻ അവരെ ധിക്കരിക്കുന്നു. പാകിസ്ഥാൻ്റെ നിയന്ത്രണ മിഥ്യാധാരണയെ തകർക്കുന്ന ഒരു സ്വതന്ത്ര പാതയാണ് അവർ ഇന്ന് പിന്തുടരുന്നത്. ഭിന്നതയുടെ ഒരു പ്രധാന ഉറവിടം ഈ ഡുറൻഡ് രേഖയാണ്. പാകിസ്ഥാൻ നടപ്പിലാക്കാൻ ശ്രമിച്ചതും എന്നാൽ അഫ്ഗാൻ സർക്കാർ ഒരു കാലത്തിലും അംഗീകരിക്കാത്തതുമായ ഒരു സംവിധാനമാണ് ഈ രേഖ. അത് വിവാദപരമായ കൊളോണിയൻ കാലഘട്ടത്തിൽ വരച്ച ഒരു അതിർത്തിയാണ്. പാകിസ്ഥാൻ്റെ പ്രാദേശിക അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ താലിബാൻ വിസമ്മതിക്കുന്നത് സംഘർഷങ്ങൾ രൂക്ഷമാക്കി. പ്രത്യേകിച്ച് അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലുകൾ രൂക്ഷമായും. ഡുറൻഡ് രേഖ പുഷ്തൻ ഹൃദയഭൂമിയെ വിഭജിക്കുന്നു. അഫ്ഗാൻ ദേശീയതയെ തകർക്കാൻ പാകിസ്ഥാൻ വർഷങ്ങളോളം താലിബാനെ പിന്തുണച്ചിരുന്നെങ്കിലും ഇന്ന് സാഹചര്യം മാറുകയാണ്. ഇപ്പോൾ താലിബാൻ്റെ ഇര പാകിസ്ഥാൻ തന്നെയായി മാറുകയാണ്. താലിബാൻ നേതാക്കൾ ഇസ്ലാമാബാദിൻ്റെ പാവകളായി പ്രവർത്തിക്കും എന്നവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിനു പകരം ഇപ്പോൾ അഫ്ഗാൻ ദേശീയതയുമായി അവർ വൈകാരികമായി യോജിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനകമായ ഒരു കാര്യം കൂടിയാണിത്. അഫ്ഗാനിസ്ഥാൻ താലിബാനുമായി ചരിത്രപരമായ ബന്ധം പങ്കിടുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പായ തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാനിലൂടെ പുനരുജ്ജീവിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കെതിരായ TTP ആക്രമണങ്ങൾ പലതും നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ ഖൈബർ മേഖലയിലും ബലൂചിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലെ TTP സങ്കേതങ്ങൾ നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അഫ്ഗാൻ താലിബാൻ സർക്കാരൊക്കെ അത് വിസമ്മതിക്കുന്നു. അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങൾ നടത്താൻ ഇത് പാകിസ്ഥാൻ സൈന്യത്തെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഉഭയകക്ഷി ബന്ധം അനുദിനം വഷളാകുന്നു. താലിബാൻ വിമതർ അഭയം നൽകുന്നുണ്ടെന്ന ആരോപണം ഒഴിവാക്കാൻ ഇസ്ലാമാബാദ് ഒരിക്കൽ ഉപയോഗിച്ചിരുന്ന അതേ വാചോടാപകം ഇപ്പോൾ കാബൂളും എടുത്ത് പ്രയോഗിക്കുന്നു. അത് TTP പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ രാജ്യത്തൊരു തീവ്രവാദ സംഘടനയുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ എന്ന നിലപാട് ആണ് ഈ താലിബാൻ ഇവിടെ ഉന്നയിക്കുന്നത്. ഒരിക്കൽ അധികാരത്തിൽ വന്ന താലിബാൻ ഇസ്ലാമാബാദിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അങ്ങനെ എല്ലാ അർത്ഥത്തിലും തെറ്റുപറ്റിയിരിക്കുകയാണ്. താലിബാൻ്റെ പ്രഥമ പരിഗണന ഇപ്പോൾ പാകിസ്ഥാനല്ല, അവരുടെ രക്ഷ തന്നെയാണ്. അതോടൊപ്പമാണ് പാകിസ്ഥാൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി പൊങ്ങി വരുന്നത്. കാബൂളിന് മേലുള്ള സ്വാധീനം പരിമിതപ്പെടുത്താൻ ഇതവരെ നിർബന്ധിതരാക്കുന്നു. പാകിസ്ഥാൻ്റെ അഫ്ഗാൻ നയം വൻ തിരിച്ചടിയാണ് നേരിടുന്നത്. താലിബാൻ അധികാരത്തിലെത്തുന്നത് പാകിസ്ഥാൻ്റെ പ്രാദേശിക നില ശക്തിപ്പെടുത്തുമെന്ന് കരുതിയിരുന്നവർക്ക് അങ്ങനെ നിരാശപ്പെടേണ്ടി വരികയാണ്. ഇപ്പോൾ അവർ ഒരു സുരക്ഷാ ഭീഷണിയായി വരികയാണ്. അതിനോടൊപ്പം ഒരു വലിയ ബാധ്യതയായി ഈ താലിബാൻ പാകിസ്ഥാന് മുകളിൽ നിൽക്കുകയാണ്. ഈ പ്രശ്നം എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാകിസ്ഥാൻ. മറ്റൊന്ന്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. അതിനിടയിലാണ് അതിർത്തിക്കപ്പുറത്തു നിന്ന് ഇങ്ങനെയൊരു തലവേദന.